ഞാൻ എങ്ങനെയാണ് ഇഞ്ചി നടുന്നതെന്ന് കാണിച്ചു തരാം. നടാൻ ഉപയോഗിക്കുന്ന വിത്ത് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ അടുക്കളയിലേക്കായിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവരുന്ന ഇഞ്ചിയിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഞാൻ നടുന്നത്. അപ്പം ഇന്ന് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണേ. മറന്നു പോകല്ലേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ഇഞ്ചി അത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വരൂ കൂട്ടുകാരെ. ഇത് കണ്ടോ, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും മഴക്കാലം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് മുള വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം നിർത്തിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുക. കണ്ടോ, മുളയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതൊക്കെ മുളയാണ്. ഈ കാണുന്നത് ഇതെല്ലാം മുള വരാനുള്ള ഭാഗങ്ങളാണ്. കണ്ടോ, അപ്പോൾ ഇതിന് ഇത്രയും മുള വരാൻ കണ്ടോ, ഇത് കണ്ടോ ഇവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യണം. കണ്ടോ, ബാക്കി കറി വെക്കാനായിട്ട് മാറ്റി വെക്കാം. കണ്ടോ, ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്യും. അതുപോലെ ഇതിൻ്റെയും കണ്ടോ, ഇതൊക്കെ മുള വന്നിട്ട് നിൽക്കുന്നതാണ്. ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത്രയും ഭാഗം കിട്ടിയാൽ മതി. അതിൽ ചെറിയ കൂമ്പുകൾ വരും. ഇതുണ്ടോ, ഇതൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ഇതിനെ നമുക്ക് ഒന്നുകൂടി ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. മുള മാത്രം മതി നമുക്ക് നടാനായിട്ട്. കണ്ടോ, ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുളയുള്ള കഷ്ണങ്ങളാണ്. കണ്ടോ, ഞാൻ എടുക്കുന്ന ഇഞ്ചിയിൽ നിന്നെല്ലാം ഇങ്ങനെ വരുന്ന മുളയുള്ളതിൻ്റെ ഇതിൽ നിന്നെല്ലാം ഞാനിതിങ്ങനെ മാറ്റി കട്ട് ചെയ്തെടുത്ത് വെക്കും. ഇതെല്ലാം അങ്ങനെ മുളയുള്ള ഇഞ്ചികളാണ്. കണ്ടോ, ഇതൊക്കെ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിരുന്നതാണ്. ഉണ്ടോ, മുളക് ഉണ്ടോ? ചുമ്മാ അങ്ങനെ വെച്ചാൽ മതി, അത് തന്നെ ഇരുന്ന് മുളക്കും. മഴ സമയമാകുമ്പോൾ ഒന്നും കൊടുക്കണ്ട. ഇതെല്ലാം മുളകളാണ്. ഇതിൽ നിന്നെല്ലാം ആദ്യം ചെറുത് വരുമെങ്കിലും പിന്നീട് അത് അവിടെ കിടന്ന് നമുക്ക് നല്ല വലുത് ആയി വന്നോളും. മണ്ണ് കൂട്ടി കൊടുക്കണം എന്ന് മാത്രം. കണ്ടോ ആ മുളകളെല്ലാം ഞാൻ ഇതിൽ ഈ ബക്കറ്റിൽ കൊണ്ട് നട്ടിട്ടുണ്ട്. കണ്ടോ, അതിൽ ഇവിടെ ഇങ്ങനെ ഒരു തരം പുഴുണ്ട്. അതൊക്കെ മണ്ണിട്ട് കഴിയുമ്പോൾ പൊക്കോളും. കണ്ടോ, ഇതെല്ലാം മുളയുള്ളതാണ്. ഞാൻ ഇതിൻ്റെ മീതെ മണ്ണിടും. ഇത് കഴിയുമ്പോൾ തന്നെ ആ മുളയെല്ലാം വളർന്ന് മേളിലേക്ക് വന്നോളും. കണ്ടോ, മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കും അതിൻ്റെ മീതെ. കണ്ടോ, ഇതെല്ലാം മൂടിയിട്ടുണ്ട്. ഇനി ഇത് മുളച്ച് മീതയിൽ വന്നതനുസരിച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. മണ്ണ് ഇട്ട് കൊടുത്താൽ മാത്രമേ ഇഞ്ചിക്ക് വണ്ണം വെക്കുള്ളേ.
കണ്ട എൻ്റെ മഞ്ഞക്കസ്തൂരി കൂട്ടിയിട്ടതെല്ലാം അതവിടെ കിടന്ന് മുളച്ച് ചുമ്മാ അതിൻ്റെ മുകളിൽ കിടന്നാണ് ആ മുളച്ചിട്ടുണ്ട്. മഴ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നടാൻ പറ്റിയിട്ടില്ല. ഇനി ഇതെല്ലാം കൊണ്ട് കുഴിച്ചിടണം സ്ഥലം കണ്ടെത്തി. കണ്ടോ, ഞാനിതുപോലെ നട്ടുകൊടുത്ത കുഞ്ഞു കുഞ്ഞു പീസുകളുടെ ഇഞ്ചിയാണിത്. കണ്ടോ, ഒരു ചെറിയ പീസ് നട്ടതിൽ നിന്ന് വന്നിരിക്കുന്ന ഇഞ്ചിയും അതിലും വന്നിട്ടുണ്ട് മുളകൾ. കണ്ടോ, അങ്ങനെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പീസുകൾ നടുന്നതാണിത്. എനിക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ഇഞ്ചി. കണ്ടോ, ഇതൊക്കെയും ഞാൻ അങ്ങനെ നട്ട് എടുക്കുന്ന ഇഞ്ചികളാണ്. ഗ്രോ ബാഗിൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. ചട്ടിയിൽ ബക്കറ്റ് ഇങ്ങനെയുള്ളതിലൊക്കെ നടണേലും കൂടുതൽ ഗ്രോ ബാഗിൽ നല്ല വണ്ണമുള്ള ഇഞ്ചി ഉണ്ടായി കിട്ടും കേട്ടോ. ഇങ്ങനെ എല്ലായിടത്തും ഞാനിങ്ങനെ കിട്ടുന്ന ഗ്യാപ്പുകളിടത്തൊക്കെ എടുത്ത് കുത്തി വെക്കും. ഉണ്ടോ, ഇതെല്ലാം കിറ്റുകളിൽ നന്നായി മുളച്ച് വളർന്നിട്ടുണ്ട്. കുഞ്ഞു മുളയിൽ നിന്ന് വീണ്ടും വന്ന് അങ്ങനെ നിൽക്കുന്ന